ഈ രാജ്യം എല്ലാവരെയും നോക്കിക്കാണുന്നത് പോലെ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമൂഹത്തെ നോക്കിക്കാണുമ്പോൾ വേറിട്ട ഒരു രീതി പലപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ലത്തീൻ കത്തോലിക്കർ എടുക്കുന്ന നിലപാടുകൾ മതനിരപേക്ഷ നിലപാടുകളായിരിക്കും. ലത്തീൻ കത്തോലിക്കർ എടുക്കുന്ന നിലപാടുകൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് ചേർത്ത് വെക്കാവുന്ന നിലപാടുകളായിരിക്കും. അങ്ങനെയൊക്കെ പലരും പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഭംഗിവാക്കല്ല, അത് യാഥാർത്ഥ്യമാണ്. ഈ രാജ്യം ഉണ്ടാക്കിയ സമയത്ത് വിവിധ മതവിഭാഗങ്ങളെ, വിവിധ ജാതികളെ, ഉപജാതികളെ ഇവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഇനി മുതൽ നിങ്ങൾ പ്രജകളല്ല പൗരന്മാരാണ് എന്ന രീതിയിൽ ഒരുമിച്ച് ചേർത്തതാണ് നമ്മുടെ രാജ്യം. 3 വർഷത്തിനടുത്ത് സമയമെടുത്തുണ്ടാക്കിയ ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ചില ഉറപ്പുകൾ നിങ്ങൾക്ക് തരാം. അങ്ങനെ നൽകിയ ഉറപ്പുകളുടെ പേരിൽ ആ ഉറപ്പുകൾ വീതം വെച്ച് നൽകുമ്പോൾ എങ്ങനെ നൽകണമെന്ന് പോലും ഭരണഘടന പറഞ്ഞു. ക്ലാസസ് ഓഫ് സിറ്റിസൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസസ് ഓഫ് സിറ്റിസൺസ്, ക്ലാസ് ഓഫ് സിറ്റിസൺസ്. ഈ രാജ്യം ഓരോ പൗരനെയും കാണുന്നത് അവൻ ഉൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ പേരിലാണ്. ഈ രാജ്യം അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും തുല്യത നൽകുമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 അത് എഴുതി വെച്ച് അതേ ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 15-ലും 16-ലും ഉപവകുപ്പുകളായി എഴുതി ചേർത്തു. ക്ലാസ് ഓഫ് സിറ്റിസൺസ്, നിങ്ങളിൽ ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം അധികാരത്തിലും ഉദ്യോഗത്തിലും വിദ്യാഭ്യാസ പ്രവേശനത്തിലും ഇതര മേഖലകളിലും ഇല്ലെങ്കിൽ ഈ ഭരണഘടന പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് അത് തരാം, മതിയായ പ്രാതിനിധ്യം തരാം, ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ തരാം. എങ്ങനെയാണ് ഭരണകൂടം തിരിച്ചറിയുന്നത് ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞത് നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്? അതിന് പല ഘടകങ്ങളുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ ഘടകമാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ശുപാർശകൾ. 2023 മെയ് മാസം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടു. 284 ശുപാർശകൾ കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി എഴുതി പറഞ്ഞിട്ടുണ്ട്, എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ ശുപാർശകൾ 2023 മെയ് മാസം സമർപ്പിക്കപ്പെട്ടതിന് ശേഷം 2023 ഒക്ടോബർ മാസം സർക്കാർ 3 അംഗ സമിതിയെ നിയമിച്ചു. ആ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി. ആ പഠനം കൃത്യമായി പറയുന്നു, കേരളത്തിലെ ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കർക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ, മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടില്ല എന്ന് സർക്കാർ തന്നെ നിയമിച്ച ഒരു കമ്മീഷൻ പച്ചയായി പറഞ്ഞിരിക്കുകയാണ്. KRLCCയുടെ ജനജാഗരം എന്ന പേരിൽ ഈ സമൂഹം നേരിടുന്ന 17 വിഷയങ്ങൾ പല വേദികളിൽ പലവരു പറഞ്ഞു പഠിപ്പിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് ഈ രാജ്യം നമുക്ക് നൽകിയ ഉറപ്പുകൾ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ആ പരിശോധനയുടെ ഭാഗമായി ഇന്ന് നാം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ചില നിലപാടുകളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ആ നിലപാടുകൾ വെറുതെ പറയുന്ന നിലപാടുകളല്ല. ആ നിലപാടുകൾ ഒരു വർഗീയമായി കാണേണ്ട നിലപാടല്ല. അത് കേവലം ഒരു മതപരമായ ഒരു സംഘടനയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ തീരുമാനമായി കാണേണ്ട നിലപാടല്ല. ആ നിലപാട് ഇതാണ്: ഒരു കാലത്ത് പ്രജകളായിരുന്നവരെ പൗരന്മാരാക്കുന്നുവെന്ന് പറഞ്ഞ് വിളിച്ചു ചേർത്ത അതേ പൗരന്മാർ തിരിച്ചു ചോദിക്കുകയാണ്. 75 വർഷം പൂർത്തിയാകുമ്പോൾ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് 75 വർഷം പൂർത്തിയാകുമ്പോൾ ഈ പൗരന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഉറപ്പ്, ആ ഉറപ്പുകൾ പാലിക്കപ്പെടണമെന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായി സമുദായ സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെടുന്ന ചെറുപ്പക്കാർ, സമുദായ സർട്ടിഫിക്കറ്റിന് വേണ്ടി റവന്യൂ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടി വരുന്ന മാതാപിതാക്കൾ, വിഴിഞ്ഞത്ത് 140 കേസുകളാണ്. മുതലപ്പൊഴിയിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകരുത്, ശാസ്ത്രീയമായ രീതിയിൽ അവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കണം, അതും നമ്മൾ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുനമ്പത്ത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്, ഒരു അനുച്ഛേദമുണ്ട്. മുമ്പത് മൗലികാവകാശമായിരുന്നു ഒരു ഭൂമി കൈവശം വയ്ക്കുക എന്നുള്ളത്. ഇന്ന് മൗലികാവകാശമല്ല, പക്ഷേ ഭരണഘടനാപരമായ ഒരു അവകാശമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഭൂമി അവനിൽ നിന്ന് എടുത്തു മാറ്റുന്നതിന് മുമ്പ് നിയമാനുസൃതമായ മുഴുവൻ നടപടികളും കൈക്കൊള്ളണം. അതാണ് ഭരണഘടന പറയുന്നത്. ആ ഭരണഘടനയിൽ വിശ്വാസം അർപ്പിച്ചാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, എന്താണ് നിങ്ങൾ പറഞ്ഞ ജസ്റ്റിസ്, നീതി എന്താണ്? ആ നീതിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സംവരണ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുമ്പോൾ, മുതലപ്പൊഴിയിൽ ആളുകൾ മരിക്കുമ്പോൾ, വിഴിഞ്ഞത്തെ ചിലർക്കെതിരെ മാത്രം കേസുകൾ എടുക്കുമ്പോൾ, മുനമ്പത്ത് തീറുവാങ്ങിയ ഭൂമിയിൽ കൈകടത്താൻ, റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കാൻ നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പറയും അത് ജസ്റ്റിസിനെതിരാണ്, നീതിക്കെതിരാണ്. എന്താണ് ഇക്വാലിറ്റി? എന്താ തുല്യത? ഭരണഘടനയിൽ തുല്യത പറയുമ്പോഴും മതിയായ പ്രാതിനിധ്യം. ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ 2000 പറഞ്ഞു 4370 തൊഴിലവസരങ്ങളാണ് ഈ വിഭാഗത്തിൻ്റെ മാത്രം.
ജാതിയല്ല, മതമല്ല, ഈ വിഭാഗത്തിന്റെ മാത്രം ആർട്ടിക്കിൾ 16-ലും 15-ലും പറയുന്ന വിഭാഗത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ചില നിലപാടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്ന്, ഈ വരുന്ന ഏപ്രിൽ മാസത്തിനകം 2025 ഏപ്രിൽ മാസത്തിനകം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും അതിലുള്ള നടപടികൾ, അതിലുള്ള ശുപാർശകൾ നടപ്പിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു, വീണ്ടും വരും. ഈ ഇരിക്കുന്ന പ്രതിനിധികൾ കൂടുതൽ ആളുകളുമായി, വലിയ ജനസഞ്ചയമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങൾ വീണ്ടും വരുമെന്ന് പറയുന്നു. നൽകുന്ന സമയം 4 മാസമാണ്. 2024 ഏപ്രിൽ മാസത്തിനകം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തത്, മുനമ്പത്തെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ റവന്യൂ രേഖകളിൽ നിന്ന് അത് എടുത്തു മാറ്റുന്നതിന് വേണ്ടി, വഖഫ് രേഖകളിൽ നിന്ന് ആ റവന്യൂ ഭൂമിയുടെ കണക്കുകൾ എടുത്തു മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതും നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ, പുതിയ കമ്മീഷനൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതെന്തുമായിക്കൊള്ളട്ടെ, തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. അതുകൂടി പറയുകയാണ്. മറ്റൊരു വിഷയം, വിഴിഞ്ഞത്തെ 140 കേസുകൾ, ഞങ്ങൾക്ക് ബെയിലബിൾ കേസുകൾ മാത്രം പിൻവലിച്ച് ഞങ്ങളെ അങ്ങനെ സുഖിപ്പിക്കാമെന്ന് വിചാരിക്കണം. ഞങ്ങൾക്ക് ആവശ്യം മുഴുവൻ കേസുകളും പിൻവലിക്കലാണ്. എത്രയോ കേസുകൾ പിൻവലിച്ചു. നാമജപ കേസുകളൊക്കെ എവിടെ പോയി എന്ന് ഞങ്ങൾ പലവട്ടം ചോദിച്ചാണ്. വീണ്ടും ചോദിക്കുകയാണ്. വിഴിഞ്ഞത്ത് അന്നെടുത്ത മുഴുവൻ കേസുകളും ഇന്ന് ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായപ്പോൾ അതിൻ്റെ പേരിൽ കുരിശിലേറ്റപ്പെട്ട, അതിൻ്റെ പേരിൽ തളർത്തപ്പെട്ട നിരവധി ആളുകൾ നമ്മുടെ ഇവിടെയുണ്ട്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ അലയുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട്. അവർക്ക് വേണ്ടി പറയുന്നു, ആ കേസുകളും പിൻവലിച്ചില്ലെങ്കിൽ, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ, ആ കാലഘട്ടത്തിന് മുന്നിലായിട്ട് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു, ചില നിലപാടുകൾ ഞങ്ങൾ എടുക്കുമെന്ന്. മുതലപ്പൊഴിയിൽ പഠന റിപ്പോർട്ടുകളുണ്ട്. മോൺസിഞ്ഞോർ യൂജിൻ പെരേര അതൊരു പുസ്തകമായി പുറത്തിറക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞതുപോലെ സുരക്ഷയൊരുക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഞങ്ങളിവിടെ ഉറക്കെ ആത്മാർത്ഥമായി പച്ചയായിട്ട് പറയുകയാണ്, ഞങ്ങൾ വീണ്ടും വരും. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ശുപാർശകളിൽ, ഞാൻ ഈ പറഞ്ഞ 284 ശുപാർശകളിൽ ഇതിനോടകം ഞാൻ പറഞ്ഞ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും ഉണ്ട്. മുനമ്പത്തെ റവന്യൂ അവകാശമില്ലെങ്കിലും അവിടെ തീരദേശ ഹൈവേ വരുമ്പോൾ ആ ഭൂമിയിൽപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ JB കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കണമെന്നുള്ളതാണ്.